അത് രാജ്യത്തിനകത്ത് തന്നെ. ഇപ്പോൾ വിദേശകാര്യ നിരീക്ഷകൻ കൂടിയായിട്ടുള്ള ഡോക്ടർ മോഹൻ വർഗീസ് ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ചെന്നൈയിൽ നിന്നും പുറപ്പെട്ട വിമാനം UL 122 നമ്പർ വിമാനത്തിൽ ശ്രീലങ്കൻ അധികൃതർ പരിശോധന നടത്തുന്നത് ഇന്ത്യയുടെ ആവശ്യത്തെ തുടർന്ന് എന്നുള്ള വാർത്തകൾ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശ്രീലങ്കയുമായി മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ. ഒരു പക്ഷേ അവർക്ക് തീവ്രവാദികൾക്ക് ശ്രീലങ്കയിൽ തുടരുക എന്നത് അത്ര എളുപ്പമാകുമോ? ശ്രീലങ്കയിൽ ഉണ്ടെങ്കിൽ അവരെ അതിവേഗം തന്നെ പിടികൂടാൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ലേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും അഭിലാഷ്, ഇതൊരു സാഹചര്യ തെളിവുകൾ മാത്രമാണ്. ഇതിന് പൂർണ്ണമായ കൺഫർമേഷൻ ഇല്ലാത്ത ഒരു കാര്യമാണ്. ഒരു സംശയത്തിന്റെ നിഴലിലാണ് ഇപ്പോൾ അവരെങ്ങനെയാണ് ചെന്നൈ വിമാനത്താവളം വരെ എത്തിയത് എന്നത് വളരെ ദുരൂഹമായി അവശേഷിക്കുന്നു. ഒരുപക്ഷെ പീർ പഞ്ചാൽ മലനിരകളിൽ നിന്നും അവർ ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിൽ എത്താതെ എങ്ങനെയാണ് ചെന്നൈ വിമാനത്താവളത്തിലെത്തുക, അല്ലെങ്കിൽ ലാൻഡ് വഴി സഞ്ചരിച്ച് ചെന്നൈ വിമാനത്താവളത്തിലെത്തി എന്ന് കരുതുക. ആരും പ്രതീക്ഷിക്കില്ല. ചെന്നൈ വളരെയധികം അകലെ കിടക്കുന്ന സ്ഥലമാണ്, കാശ്മീരിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ആ ഒരു റൂട്ട് ചാർട്ട് ചെയ്യേണ്ടതുണ്ട്. അത് മാത്രമല്ല, ശ്രീലങ്ക അധികൃതരുമായി നിരന്തരമായ ബന്ധത്തിലൂടെ തീർച്ചയായും അവര് യഥാർത്ഥ കുറ്റവാളികളാണ് എങ്കിൽ, ഈ ഉദ്ദേശിക്കുന്ന ആളുകൾ തന്നെയാണ് ശ്രീലങ്കയിൽ എത്തിപ്പെടുന്നത് എങ്കിൽ, തീർച്ചയായും നമ്മുടെ നയതന്ത്ര ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അവരെ തിരിച്ച് ഇന്ത്യയിൽ എത്തിക്കാവുന്നതേ ഉള്ളൂ. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് അവരുടെ ഐഡന്റിറ്റി സംബന്ധിച്ച സ്ഥിരീകരണം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് കേവലം ഒരു സംശയത്തിന്റെ പേരിൽ മാത്രമാണ് ഇപ്പോൾ കടന്നു വരുന്ന റിപ്പോർട്ടുകൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഇവിടെ ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ഈ ശ്രീലങ്കൻ എയർലൈൻസിന്റെ സ്ഥിരീകരണം ഉണ്ടാകുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട UL 122 നമ്പർ വിമാനം ആണ് ശ്രീലങ്കൻ എയർലൈൻസിന്റെ. ഇന്ത്യയുടെ ആവശ്യപ്രകാരമാണ് ഈ പരിശോധന എന്ന് പറയുമ്പോഴും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഇവർ തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടവരാണോ എന്നൊന്നും സ്ഥിരീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത്തരം പരിശോധനകൾ നടത്തി എന്നതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണല്ലോ ഇത്തരം സംശയങ്ങൾക്ക് ഈ ശ്രീലങ്കയെ പോലുള്ള രാജ്യങ്ങളുടെ ഒരു പിന്തുണയും നമുക്ക് ലഭിക്കുന്നു എന്നല്ലേ? തീർച്ചയായും ഇന്ത്യ ശ്രീലങ്കയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് പരിശോധന നടത്തണമെന്ന്. അപ്പൊ അതിനർത്ഥം ജാഗ്രതാപൂർവമായ നിലപാടാണ് വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്നും പറക്കുന്ന ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ തീർച്ചയായും ഇന്ത്യ വളരെ ഗൗരവത്തോடு തന്നെ കാണുന്നു എന്നതിന്റെ സൂചനയാണ് ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചത്. അതുകൊണ്ട് തീർച്ചയായും ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 7 ഭീകരർ ചിലരാണ് അതിൽ ആ ബാച്ചിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എങ്കിൽ അവർ തീർച്ചയായും ശ്രീലങ്കൻ അധികൃതർ അവരെ എക്സ്ട്രഡേറ്റ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകേണ്ട കാര്യമില്ല. അവർക്ക് അഭയം കൊടുക്കുമെന്ന് കരുതാനേ ആവില്ല. കാരണം ശ്രീലങ്കയുടെ ഭരണകൂടം, അനുര ദിശനായിക തലവനായിരിക്കുന്ന ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ ഭരണകൂടം അതൊരു ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു ഭരണകൂടമാണ്. അവരൊരു രീതിയിലും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടല്ല. ഇന്ത്യയുമായി ചെറിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ ചില സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ചരിത്രപരമായ വസ്തുതയാണ് എങ്കിൽ പോലും ഇപ്പോൾ അതെല്ലാം മാറി ശ്രീലങ്കയുമായി ഒരു നോർമൽ ബന്ധത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. കാരണം ഇന്ത്യക്ക് അത്ര സ്വീകാര്യമായ ഒരു ഭരണകൂടമായിരുന്നില്ല അനുര ദിശനായികയുടെ. പക്ഷെ നയതന്ത്ര ബന്ധങ്ങളിലൂടെ ആ ഒരു ഉലച്ചിൽ വലിയ തോതിൽ പരിഹരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഒരു സാമാന്യ പുതിയൊരു പാർട്ടിയാണ് ദിശനായികയുടെ പാർട്ടി. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഇപ്പോൾ സുഗമമായി നടക്കുന്നുവെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. ഇതാണെങ്കിൽ സ്ഥിരീകരണം ഉണ്ടെങ്കിൽ ഉറപ്പായി ആ ഭീകരരെ നമുക്ക് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ ഒരു സ്ഥിരീകരണത്തിലേക്കൊന്നും പോവുക എന്നത് നമുക്ക് സാധ്യമല്ല.